ഓം നമഃശിവായ. 2025 ശിവരാത്രി കാലം വരികയാണ്. ഫെബ്രുവരി 26 ബുധനാഴ്ചയാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ഇനി വെറും 7 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ശിവരാത്രി സമയത്ത് നമ്മുടെ വീട്ടിലോ പരിസരത്തോ ഈ പറയുന്ന ജീവികൾ ഏതെങ്കിലും വരികയാണെങ്കിൽ അത് മഹാഭാഗ്യമാണ്. ഒരിക്കലും ആ ജീവികളെ നിങ്ങൾ ആട്ടിപ്പായിക്കാതിരിക്കുക. ഈ ജീവികളെ ഭഗവാൻ ശിവനാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. ഇതിന്റെ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നത് വളരെ ഐശ്വര്യമുള്ളതാക്കി തീർക്കുന്നു. ആ ജീവികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നമുക്ക് വന്നു ചേരുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ ജീവിയാണ് പൊന്മാൻ. ഈ 10 ദിവസങ്ങളിൽ പൊന്മാൻ വരുന്നത് ഭഗവാന്റെ ഐശ്വര്യമായിട്ടാണ് കണക്കാക്കുന്നത്. ആ വീട്ടിൽ ഭഗവാൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേ ദിവസം നിങ്ങൾ പൊന്മാനെ കണ്ടാൽ ഒരു വിളക്ക് വെച്ച് ഭഗവാൻ ശിവനെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഭഗവാന്റെ സാന്നിധ്യം അവിടെയുണ്ട്. രണ്ടാമത്തെ ജീവിയാണ് കീരി. ത്രിസന്ധ്യ സമയത്ത് വിളക്ക് വെക്കുമ്പോൾ കീരി കയറി വരികയാണെങ്കിൽ അതൊരു ശുഭലക്ഷണമാണ്. അല്ലെങ്കിൽ കീരിയുടെ ശബ്ദം കേട്ടാലും അത് നല്ല കാര്യമാണ്. ഇങ്ങനെ നടന്നാൽ ഏറ്റവും സൗഭാഗ്യകരമായ സമയമാണെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ മഹാദേവന്റെ അനുഗ്രഹം ദീർഘകാലമുണ്ട് എന്ന് ഇതിലൂടെ മനസ്സിലാക്കും. എങ്ങനെയാണോ കുബേരൻ ധനവാനായത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്കും ഉയർച്ചയുണ്ടാകുമെന്ന് ഭഗവാൻ അരുൾ ചെയ്യുന്നു. അടുത്തതായി നിങ്ങളുടെ വീടിന്റെ വടക്കു ഭാഗം ശ്രദ്ധിക്കുക. ആ വടക്കു ഭാഗത്ത് ഭിത്തിയിലോ എവിടെയെങ്കിലും വേട്ടാവണിയന്റെ കൂട് കാണുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ പ്രാണിയുടെ കൂട് നശിപ്പിക്കാതിരിക്കുക. നിങ്ങളത് കാണുകയാണെങ്കിൽ അത് പൊളിച്ചു കളയാതിരിക്കുക. ഈ കാലയളവിൽ നിങ്ങളത് നശിപ്പിക്കുകയാണെങ്കിൽ അത് ഭഗവാനോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും. അടുത്തൊരു ജീവിയാണ് ഓലേഞ്ഞാലി. ശിവപ്രീതിയുള്ള വീടുകളിൽ മാത്രമാണ് ഇത് കാണാൻ സാധിക്കുന്നത്. ശിവഭഗവാന്റെ അനുഗ്രഹമുള്ള വ്യക്തികളുള്ള വീട്ടിലാണ് ഇത് കൂടുതലായും കാണുന്നത്. ഈ 7 ദിവസങ്ങളുടെ ഇടയിൽ ഒന്നിലധികം തവണ ഇത് വീട്ടിൽ വരാറുണ്ടെങ്കിൽ സൗഭാഗ്യത്തിന്റെ പ്രതീകമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അടുത്ത ജീവിയാണ് സർപ്പം. ഈ സമയങ്ങളിൽ സർപ്പത്തിനെ കണ്ടാൽ നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക. ഭഗവാന്റെ പ്രതീകമാണ് സർപ്പം. ഭഗവാൻ മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിയാണ് സർപ്പം. അതിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങളുടെ കുലം വരെ മുടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സർപ്പത്തിനെ കണ്ടാൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണെന്ന് മനസ്സിലാക്കി അതിനെ ഉപദ്രവിക്കാതെ വിടുക. അതിനെ കണ്ടാൽ ശിവപ്രീതിയുടെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കുക. കാരണം സാക്ഷാൽ വാസുകിയാണ് ഭഗവാൻ മഹാദേവനോടൊപ്പം ഉള്ളത്. വാസുകിയുടെ സാന്നിധ്യമായിട്ടാണ് സർപ്പത്തെ കണക്കാക്കുന്നത്. അടുത്തതായി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് കൂട്ടം തെറ്റി വരുന്ന ഒരു താറാവ് അല്ലെങ്കിൽ കൂട്ടം തെറ്റി വരുന്ന ഒരു അരയന്നം. ഇങ്ങനെ വന്നാൽ നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക ദുരിതങ്ങൾ മാറാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഈ ശിവരാത്രിയോടുകൂടി എല്ലാ ദുരിതങ്ങളും മാറാൻ ഭഗവാൻ നിങ്ങളുടെ പുറകിൽ തന്നെ ഉണ്ടാകും. അടുത്തതായി കയറ് പൊട്ടി വരുന്ന ഒരു പശുക്കിടാവാണ്. ഈ സമയത്ത് അത് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ അതിന് ഭക്ഷണം നൽകുക. അത് ഭഗവാനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കും. അതിൻ്റെ ഉയർച്ച നിങ്ങൾക്ക് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്.